ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഷാംപൂ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ആമസോൺ ഹോൾ വീഡിയോയുടെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1.5 മാസമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഹെയർ കെയർ റുട്ടീനാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നേരെ വൈകണ്ട, നമുക്ക് വീഡിയോ കാണാം. എൻ്റെ ഹെയർ കെയർ റുട്ടീനിൽ ആദ്യത്തെ സ്റ്റെപ്പ് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 40 മിനിറ്റ് മുന്നേ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ ഓയിൽ ഈ ഒരു ട്രൈക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മൊറോക്കൻ അർഗൻ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് അർഗൻ ഓയിലും അതേപോലെ തന്നെ കോഫി ഓയിലാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. മെയിനായിട്ട് നമ്മുടെ മുടി കളർ ചെയ്തവരാണ് അല്ലെങ്കിൽ കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഓയിൽ ഒരുപാട് സ്യൂട്ടാവും. മാത്രമല്ല ഡാമേജൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നല്ലതാണ്. അപ്പോൾ ഞാനിതുപോലൊരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ നമുക്ക് ആവശ്യത്തിന് മുടിക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. ലൈറ്റായിട്ടൊന്ന് വാം ചെയ്തതിന് ശേഷം തലയിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ തുമ്പത്തും അപ്ലൈ ചെയ്യും. ഞാൻ മുടിയിലധികം അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഈ എണ്ണയുടെ കളർ കണ്ടില്ലേ, നല്ലൊരു കോഫി ബ്രൗൺ കളറാണ്. അപ്പോൾ ആ കോഫിയുടെയും അതേപോലെ തന്നെ ആ ഒരു അർഗൻ ഓയിലിൻ്റെയും നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. നമ്മൾ തലയിൽ എണ്ണ തേക്കിനേക്കാളും മുന്നേ ജസ്റ്റ് നമ്മുടെ മുടി ഒന്ന് ചീവിയിട്ട് നമ്മൾ എണ്ണ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അതായത് ഷാമ്പൂ ഇടുമ്പോഴും അതേപോലെ തന്നെ കണ്ടീഷണറൊക്കെ ഇടുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മുടിയിൽ കെട്ടില്ലാണ്ട് ഇരിക്കാൻ പറ്റും. കുളിച്ചതിന് ശേഷം നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മുടി കിട്ടും. അതുകൊണ്ട് എപ്പോഴും കുളിക്കണേക്കാളും മുന്നേ, അതായത് എണ്ണ തേക്കിനേക്കാളും മുന്നേ മുടി ചീവിയിട്ട് എണ്ണ തേക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കെട്ടൊക്കെ തീർത്തതിന് ശേഷം നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിലാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ മുടിയിൽ അങ്ങനെ തേക്കാറില്ല. വല്ല ബാക്കി വരുന്നത് മാത്രം ജസ്റ്റ് നമ്മുടെ തുമ്പത്ത് മാത്രം കുറച്ച് തേക്കും. അല്ലാണ്ട് ഞാൻ കൂടുതലും മുടിയിൽ അങ്ങനെ ഒരുപാട് തേക്കാറില്ല. തുമ്പിൽ മാത്രം കുറച്ച് നന്നായിട്ട് തേക്കും. അതിനുശേഷം ഇതുപോലെ കെട്ടി വയ്ക്കും. ഏകദേശം ഒരു അരമണിക്കൂർ തൊട്ട് ഒരു 40 മിനിറ്റ് നേരം ഇങ്ങനെ കെട്ടി വയ്ക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. ഇത് ഇതുപോലെ ഒരു ചീർപ്പ് എടുത്തിട്ട് മുടിയിൽ ഇതുപോലെ നന്നായിട്ട് ചീവി കൊടുക്കും. അപ്പോൾ ആ തലയോട്ടിയിൽ ആ എണ്ണ ഈവനായിട്ട് സ്പ്രെഡ് ആവും. അതുമാത്രമല്ല ഒരു മസാജ് ചെയ്തൊരു എഫക്റ്റും കിട്ടും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്ക് പോയി കുളിക്കാം. അപ്പോൾ ഷാമ്പൂവിന് വേണ്ടിയിട്ടും ട്രൈക്കോൺ ബ്രാൻഡിൻ്റെ തന്നെ മൊറോക്കൻ അർഗൻ ഓയിൽ റേഞ്ചിൽ വരുന്ന ഷാമ്പൂ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിലും അതേ സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. അതായത് ഈ അർഗൻ ഓയിലും അതേപോലെ തന്നെ കോഫി ഓയിലും ബയോട്ടിൻ പ്രോട്ടീനൊക്കെ തന്നെയാണ് ഇതിൻ്റെയും ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഈ ഷാമ്പൂ ഫുള്ളും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയ കാരണം അങ്ങനെ അധികം ലാദറാവില്ല കേട്ടോ. അതായത് ഒരുപാട് പതയില്ല. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ മുടിക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് നമ്മളൊരു കപ്പിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. അതിന് ശേഷം ഈ ഷാമ്പൂ നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യണമെന്നായിരിക്കും എപ്പോഴും ഷാമ്പൂകൾ നല്ലത്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ള കാര്യം ഷാമ്പൂ ഇടണേക്കാളും മുന്നേ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ തല ഒന്ന് നനയ്ക്കും. അതിന് ശേഷമാണ് ഞാൻ ഷാമ്പൂ തലയിൽ ഇടാറുള്ളത്. അപ്പോൾ നമ്മുടെ ഷാമ്പൂ എന്ന് പറയുന്നത് നമ്മുടെ തലയിലത്തെ ചെളിയൊക്കെ പോകാനും അഴുക്കൊക്കെ പോകാനുള്ളതാണല്ലോ. അപ്പോൾ തലയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യും. തുമ്പത്തൊക്കെ നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഷാമ്പൂ ചെയ്യാറുള്ളത്. അപ്പോൾ ഷാമ്പൂ ഇട്ടതിന് ശേഷം ഞാൻ തല കഴുകാൻ ഉപയോഗിക്കാറുള്ളത് ലൈറ്റായിട്ടുള്ള ഒരു ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ലൈറ്റായിട്ടുള്ളൊരു ചൂടുവെള്ളമാണ് കേട്ടോ. വാം വാട്ടർ എന്നൊക്കെ പറയണ പോലെ ഒരുപാട് ചൂടല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കഴുകിയതിന് ശേഷം ഇങ്ങനെ പിഴിഞ്ഞ് നമ്മുടെ മുടിയിലുള്ള വെള്ളം കളയാം. ഷാമ്പൂ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടീഷണറിന് വേണ്ടിയിട്ടും ഈ ട്രൈക്കോണിൻ്റെ തന്നെ ഈ അർഗൻ ഓയിൽ റേഞ്ചിലുള്ള ഒരു കണ്ടീഷണർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഷാമ്പൂ ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുന്നേ മുടിയിലുള്ള വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയുക. അതൊരു 50% വെള്ളം മാത്രം നമ്മുടെ തലയിൽ ഉണ്ടായാൽ മതി. അതിനുശേഷം നമ്മുടെ മുടിയിൽ ഇതുപോലെ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിൽ ഒരിക്കലും കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ കണ്ടീഷണർ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്കുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ കഴുകിക്കളയുമ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ നോർമൽ നമ്മുടെ വെള്ളത്തിൽ കഴുകിക്കളയാം.
അതിനുശേഷം നമ്മുടെ മുടിയിലുള്ള വെള്ളം ഇതുപോലെ പിഴിഞ്ഞ് കളയുക. അതായത് ഒരിക്കലും നമ്മുടെ മുടി ട്വിസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മുടെ മുടിയിലുള്ള വെള്ളം കളയാം. അതിനുശേഷം നമുക്കൊരു ഉണങ്ങിയ ടവൽ വെച്ചിട്ട് നമുക്ക് മുടി ഉണക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടി അങ്ങനെ ബ്രേക്ക് ആവില്ല. അതായത് മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ കെയർ റുട്ടീൻ ട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കൂടി കാണാം.